വെൽക്കം ടു ഡ്രീം ട്രാവൽ RJ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം പോർട്ട് കൊല്ലം ഹാർബറിലാണ്. നമ്മളിന്നിവിടെ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൂട്ടുകാരൻ ടോണി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ വൈകുന്നേരങ്ങളിൽ വള്ളം വരുന്നുണ്ട്, ഒരു 6 മണിക്ക് ശേഷം നീ വന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനൊരു 6 മണിക്ക് ശേഷമാണ് ഇവിടെ എത്തിയത്. 6 മണിക്ക് ശേഷം എത്തിയപ്പോൾ അത്യാവശ്യം വള്ളങ്ങളൊക്കെ വന്നു. മിക്ക വള്ളങ്ങളിലും ഉണ്ടായിരുന്നത് കണവയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അവർ ഓൾറെഡി വന്ന് വള്ളങ്ങളിൽ നിന്നെത്തുന്ന സ്റ്റോറിനകത്തുനിന്ന് കണവ കോരി കൊട്ടയ്ക്കകത്തോട്ട് നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോഴത്തേക്കും കുറച്ച് ഇതെല്ലാം അവർ കോരുന്നതുമെല്ലാം ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്ത് അവർ കൊട്ടയ്ക്കകത്തോട്ട് വാരി ഇടുകയായിരുന്നു. അപ്പോൾ വാരി ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ മഷി ഒലിച്ച് പോകുന്നത് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. എല്ലാം നല്ല കണവയായിരുന്നു, ഫ്രഷ് കണവയാണ്. ഇതൊന്നും ഐസ് ഇടാതെ നേരെ കിടക്കുന്നതാണ്, നിങ്ങൾക്ക് തന്നെ കാണാം. ഈ വള്ളത്തിൽ പോകുന്നതിൽ കൂടുതലും അതിൻ്റെ ഓണേഴ്സ് തന്നെ ആയിരിക്കും ഈ എൻജിൻ ഓട്ടിച്ച് വള്ളം ഓടിച്ചുകൊണ്ട് പോകുന്നത്. അവർക്ക് ചിലർക്കൊക്കെ 2 വള്ളങ്ങളൊക്കെ കാണും. അപ്പോൾ ഇവർ പോകുമ്പോഴത്തേക്കും 2 വള്ളവും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. പോയിട്ട് മീനായാലും എന്തുമായാലും പിടിച്ചിട്ട് ഒറ്റ വള്ളത്തിലോട്ട് സ്റ്റോർ ചെയ്തിച്ച് മറ്റേ വള്ളം അങ്ങ് പോവും. ഒരു വള്ളത്തിലുള്ള ആളുകൾ നേരെ ഹാർബറിൽ വന്ന് ഈ മീൻ വിറ്റേച്ച് അവരും പോവും. ബാക്കിയുള്ളൊരു വള്ളം വന്ന് കയറ്റി വലയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കയറ്റിയിട്ട് അവരും ഹാർബറിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇതിപ്പം നിങ്ങൾക്ക് ഈ കോരി ഇടുന്നതിനകത്ത് കാണാം നിറച്ച് പത കണക്ക്. അപ്പോൾ ഞാനിവരുടെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇതെന്താ ഇങ്ങനെ പത കണക്ക് കിടക്കുന്നതെന്ന് ഈ കണവയ്ക്കകത്ത് മൊത്തം. അപ്പോൾ ഈ കണവ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ച് വള്ളം ഓടി വരുന്നതിനിടയ്ക്ക് കൂട്ടിയിടിച്ചിട്ട് അങ്ങനെ ആയ പതയാണിത്, അല്ലാതെ ഒന്നുമല്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അതാണ്. ഒരു കൊട്ട നിറച്ച ഉടനെ തന്നെ അവർ അടുത്ത കൊട്ട കൊണ്ടുവച്ച ഉടനെ തന്നെ വാരി എടുത്തുകൊണ്ട് പോവുകയാണ്. ഇതിൽ വന്ന വള്ളത്തിനകത്ത് എല്ലാത്തിനകത്തും കൂടുതലും ഉണ്ടായിരുന്നത് കണവ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ ചേട്ടന് കറിക്കുള്ള മീനെടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ മാറ്റി വെച്ചിട്ട് ഞാനിങ്ങനെ വള്ളം പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലെ വെള്ളം അടിക്കുന്നതിനനുസരിച്ച് ഈ വള്ളം പുറകോട്ട് വലിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളി എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പിടിച്ചേക്കണേ, ഞാൻ എന്താ വരുന്നെന്ന്. ഞാൻ മാക്സിമം പിടിച്ച് നിന്ന് ഇതിൻ്റെ വെയിറ്റ് കാരണം എന്നെ കൂടി പുറകോട്ട് വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയോ ഞാനത് വള്ളം പിടിച്ച് കരയിലോട്ട് മാക്സിമം ചേർത്ത് പിടിച്ച് നിർത്തിയിരുന്നു. അത് വേറെ ആരും, ഞാനല്ലാതെ വേറെ ആരും പിടിക്കാനില്ലായിരുന്നു. ഒരു 5-10 മിനിറ്റ് ഞാൻ തന്നെ അത് ഷൂട്ട് ചെയ്യുകയും ഒരു കൈ കൊണ്ട് പിടിക്കുകയും ചെയ്തു. ഞാൻ ഷൂട്ട് ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വള്ളം അവിടെ നിന്ന് ഓടി കരയിലോട്ട് കയറുന്നുണ്ട്. ഒരു ചെറിയ ഗ്യാപ്പാണ്, അവർ അത്ര സൂക്ഷിച്ചുകൊണ്ടാണ് വള്ളം ഓടിച്ചുകൊണ്ട് കയറ്റുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ അവർ ഓരോരുത്തരും നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം മറ്റേ ചേട്ടൻ വന്ന് പുള്ളിയും കൂടി ചേർന്ന് കുറച്ചും കൂടി കരയിലോട്ട് വള്ളം വലിച്ച് കയറ്റി. അതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് പോയത്. ഞാനപ്പോഴത്തേക്ക് ഇവരോട് തന്നെ ചോദിച്ചു, ഇനി ഒത്തിരി വള്ളങ്ങൾ വരാനുണ്ടോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി അധികം വള്ളങ്ങളൊന്നും വരാനില്ല, ഒരു 3-4 വള്ളം കൂടിയേ വരാനുള്ളൂ, അതും കൂടി കഴിഞ്ഞാൽ വേറെ വള്ളമൊന്നും ഇനി വരാനില്ല, ബാക്കിയുള്ള എല്ലാം വന്നു പോയിട്ടുണ്ട്, കണവപ്പണിക്ക് പോയ വള്ളങ്ങൾ. നോർമലി എല്ലാവരും ചോദിക്കുന്നുണ്ട് മീൻ വരുന്ന സമയം പറയണമെന്ന്. പല ടൈമിലായിട്ട് ഇപ്പം മീനുണ്ട്. 10 മണിക്കും 11 മണിക്കും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീൻ കിട്ടും. കണവപ്പണിക്ക് പോകുന്നവർ ഇപ്പോൾ ഈ ടൈമിനാണ് വരുന്നത്. അത് നമുക്ക് എല്ലാ ദിവസവും സെയിം ടൈം ആയിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവർ ഈ കണവപ്പണിക്ക് പോകുന്നത് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് കണവപ്പണിക്ക് വേണ്ടിയിട്ട് പോയിട്ട് അവരത് കണവയും പിടിച്ച് വലയ്ക്കകത്തു നിന്നെല്ലാം മാറ്റി സ്റ്റോർ ചെയ്ത് അങ്ങനെ നേരെ ഓടി വരുന്ന ടൈം ഒരു 6-6:30 കൂടി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമായിരിക്കും നിങ്ങൾക്ക് കണവ മേടിക്കാനോ ഒക്കെ വേണ്ടിയിട്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഹാർബറിൽ വന്നപ്പോഴത്തേക്കും ഈ വിൽക്കാൻ വേണ്ടിയിട്ട് വള്ളക്കാരെല്ലാവരും കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നതാണ് നിങ്ങളാ നേരത്തെ കണ്ടത്. അതിൻ്റെ കൂടെ തന്നെ മീനുണ്ടായിരുന്നു. ഞാൻ ഈ മീൻ ലേലം വിളിച്ച ആളുടെ ഞാൻ ചോദിച്ചു, ഈ മീനെല്ലാം കൂടി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞത് അവർ ആന്ധ്രയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണ്, ആന്ധ്രയിലോട്ട് കൊണ്ടുപോകാനുള്ള മീനാണ് ആ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാം, ഈ കിട്ടുന്ന സ്ഥലത്തെല്ലാം ഇവർ കണവ, ഒരു വള്ളത്തിൻ്റെ തന്നെ കണവ പലയിടത്തായിട്ട് ഓരോ വള്ളക്കാരും അവിടെ കൂട്ടി ഇട്ടിരിക്കുകയാണ്. അത് ലേലക്കാർ കിലോയ്ക്ക്, ഞാൻ കിലോയ്ക്ക് കറക്റ്റായിട്ട് നോക്കി, 350 തൊട്ട് 420 വരെയൊക്കെയാണ് വിളിച്ച് പോയിരുന്നത്. അതിൻ്റെ കിലോ റേറ്റ്, ഒരു കിലോയുടെ റേറ്റാണ് പറഞ്ഞത് ഞാൻ. ഇതൊരു ലേലം വിളിക്കാൻ കൊണ്ടിട്ടിരിക്കുന്ന കണവയാണ്. ഇത് ലേലക്കാരനാണ്. ഈ പുള്ളി
ഒരു കിലോയ്ക്ക് ലേലം വിളിച്ച് എത്രയിനാണ് കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. നമുക്കിപ്പോൾ ഇതിനകത്ത് തന്നെ കേൾക്കാൻ പറ്റും. ഇത് ഒരു കിലോയ്ക്ക് 420 രൂപ വെച്ചാണ് പോയത്. ഇതെൻ്റെ കൂട്ടുകാരൻ പോയ വള്ളത്തിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വള്ളത്തിൽ മൊത്തം മൊത്തം എത്ര രൂപയ്ക്ക് വിറ്റെന്ന് ഞാൻ ചോദിച്ചറിഞ്ഞായിരുന്നു. മൊത്തം അവർ വിറ്റ് തീർത്തത് 1,20,000 രൂപയായിരുന്നു. അവരത്രയും കണവ വിറ്റ് തീർത്തത്. അവർ 2 വള്ളം കൂടി ചേർന്ന് പോയതാണ്. 2 വള്ളത്തിനെയും കൂടി ചേർന്ന് അവർ വിറ്റതാണ്. അതിലവർക്ക് എണ്ണയുടെയും പിന്നെ പല ഷെയറും കാര്യങ്ങളും എല്ലാം പൊക്കഴിഞ്ഞിട്ടേ അവർ വീതിച്ചെടുക്കത്തുള്ളൂ. അത് ആഴ്ചയിലാണ് അവർ വീതിച്ചെടുക്കുന്നത് അവരുടെ പങ്ക്. പക്ഷേ ഇവരുടെ ഒന്നും വരുമാനം നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മീനുള്ള സമയത്ത് നല്ല വരുമാനം കാണും, മീനില്ലാത്ത സമയത്ത് മുഴുവൻ പട്ടിണിയുമായിരിക്കും. എന്നാലും ഇവർ എല്ലാ ദിവസവും വള്ളത്തിൽ പോയി കടലിനുള്ളിൽ പോയി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും. ഇവർ പിടിച്ചുകൊണ്ട് വന്ന മീനാണ് നമ്മളെല്ലാവരും മാക്സിമം ഓരോരുത്തുനിന്നും വാങ്ങിച്ച് പല വില കൂടുതലുള്ളതും കുറച്ചും എല്ലാം ചേർന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്. ഇത് വേറൊരു വള്ളക്കാരാണ്. അവർ ലേലക്കാരൻ വന്ന് ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ കൊണ്ട് നിറച്ചിട്ടിരുന്നേതോ ഇതെല്ലാം ലേലം വിളിച്ച് സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഐസിട്ട് മാറ്റി വണ്ടിയിലോട്ട് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട്. കണവയെല്ലാം കർണാടക, തമിഴ്നാട്, ആന്ധ്ര ഇങ്ങോട്ടെല്ലാം അയക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ആളുകൾ വന്ന് ലേലം വിളിച്ചെടുത്തുകൊണ്ട് പോയത്. ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ ആളുകളുടെ അടുത്ത് നേരിട്ട് ചോദിച്ചായിരുന്നു. അപ്പോഴാണ് അവരാണ് പറഞ്ഞത് ഈ സ്ഥലങ്ങളിലോട്ടൊക്കെയാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്, അതിനാണ് ഇത് ലേലം വിളിച്ചെടുത്തിരിക്കുന്നത്. ഉടനെ തന്നെ വണ്ടി അങ്ങോട്ടേക്ക് പോകും. അവർക്കായാലും ഈ ഐസിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഒത്തിരി സമയം കളയാൻ വേണ്ടിയിട്ട് ഇല്ല. ഞാൻ ഒത്തിരി ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ടാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ഒന്ന് ഇരുട്ടി 6:45 ആയപ്പോഴത്തേക്കും തന്നെ ഇരുട്ടി വന്നപ്പോഴത്തേക്കും വള്ളങ്ങളെല്ലാം വള്ളത്തിനകത്തുള്ള മാക്സിമം മീനൊക്കെ, അതായത് അയിലക്കുഞ്ഞും കണവയും എല്ലാം വിറ്റ് തീർന്ന് പല വള്ളങ്ങളും തിരിച്ച് അവർ കരയിലോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അവർ പോയിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് വെളുപ്പാങ്കാലം 4 മണിക്ക് അവർ വീണ്ടും ഇതേ പ്രോസസ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അവർ മീൻ പിടിക്കാൻ വേണ്ടി വെളുപ്പാങ്കാലം 4 മണിക്ക് പോകും. പല ചൂരയും അങ്ങനെയുള്ള കിളിമീനുമൊക്കെ പിടിക്കാൻ പോകുന്നവർ പാതിരാത്രി തന്നെ പോയിട്ട് അവർ ഒരു 10-11 മണിയോടുകൂടി വരും. ഈ സമയങ്ങളിൽ ഇതെല്ലാം കറക്റ്റ് ആ ഒരു ടൈമിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നാളെ കറക്റ്റ് ഇത്ര ടൈമിന് വരുമെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൺഫേമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ടൈമുകളിലാണ് എപ്പോഴും അവിടെ മീനുണ്ടായിരുന്നത്. ആ ടൈമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മാക്സിമം നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക. ഇതിലും നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. ഡ്രീം ട്രാവൽ ആർജെ.